പിന്നെ ഞാൻ ആദ്യം 3 ഓങ്കാരം, അത് കഴിഞ്ഞിട്ട് പിന്നെ സായിശ്വരാത്മഹ അത് 3 പ്രാവശ്യം ചൊല്ലും, ഗായത്രി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ, ചെയ്തിട്ട് ഇത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം ചൊല്ലുകയാണ്, 3 ഓങ്കാരം എടുക്കണം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. പിന്നെ ശ്രീദേവി പിന്നെ ഓൺ ചെയ്തോളൂ, വീഡിയോ ഓൺ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ വായിക്കാലോ അല്ലേ? അല്ല, ആദ്യം പേര് പറയാ, എവിടുന്നാ വരുന്ന എന്താ പറയാ, സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് സായിവാണി കേട്ടോ പറയാം. ഓം ശ്രീ സായിറാം. എൻ്റെ പേരാണ് ശ്രീദേവി അനിൽ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. അപ്പം ഞാനിപ്പോ 9ാം ക്ലാസ് ചെയ്യാണ്. വായിക്കട്ടെ? സായിവാണി ഏതാ വായിക്കണം വെച്ചാ പറഞ്ഞോളൂ കേട്ടോ. ഏത് ഭാഗമാണ്, ഏത് വർഷത്തെ? ഞാൻ സനാതന സാരഥി ഇപ്പൊ വായിക്കുകയാണ്. അമൃതധാര 1996 ഓഗസ്റ്റ് 18. ഈശ്വരഭക്തി വികസിപ്പിക്കുക. പുണ്യഭൂമിയായ ഭാരതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ക്ഷമയാണ്. അനുഷ്ഠാനങ്ങളിൽ സത്യനിഷ്ഠയാണ് മഹത്തായ തപസ്. മാതൃസ്നേഹമാണ് ഈ രാജ്യത്തിലെ അമൃതോപമായ വികാരം. സ്വഭാവ മഹിമ ജീവനേക്കാളും ഇവിടെ വിലമതിക്കപ്പെടുന്നു. ഈ മഹത്തായ സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇന്ന് ജനം മറന്നിരിക്കുന്നു. അവർ പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കുകയാണ്. കഷ്ടം. ഗജേന്ദ്രന് തന്റെ ശക്തിയെക്കുറിച്ച്, ബലത്തെക്കുറിച്ച് അറിവില്ലാത്തതുപോലെ തങ്ങളുടെ പൈതൃക സംസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഭാരതീയനും അറിവില്ല. തെലുങ്ക് കവിതാ സാരം. ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനം അവിടത്തെ ജനങ്ങളുടെ ധാർമ്മികതയാണ്. ധർമ്മബോധമില്ലായ്മ രാഷ്ട്രത്തിന് ദുഷ്കീർത്തിയുണ്ടാക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യവർഗം. ഭാരതത്തിന്റെ വീരപുത്രന്മാരെ, ഈ സത്യം ചെവിക്കൊള്ളൂ. തെലുങ്ക് കവിത സാരം. ബുദ്ധിയും നന്മയും. ബുദ്ധിശക്തി മനുഷ്യനിൽ ക്രമാതീതമായി വേഗത്തിൽ വർദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യബുദ്ധിക്ക് പരിധികളില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അവനിൽ നന്മകൾ അല്പം പോലും വികസിക്കുന്നില്ല. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പുരോഗതി മൂലം മനുഷ്യന് പക്ഷിയെപ്പോലെ പറക്കാനും മത്സ്യത്തെപ്പോലെ അഗാധതയിൽ മുങ്ങാനും കഴിയും. പക്ഷേ ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ അവൻ ഇനിയും പഠിച്ചിട്ടില്ല. നാനത്വത്തിൽ ഏകത്വം. പക്ഷിയെപ്പോലെ മനുഷ്യന് പറക്കാൻ കഴിയും,
പക്ഷേ അതിൽ എന്ത് മഹത്വം? അതിനേക്കാൾ പ്രധാനം ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കുക എന്നതാണ്. കാരണം ഭൂമിയാണ് അവന്റെ അടിത്തറ. ശാസ്ത്രം വലിയ നേട്ടമുണ്ടാക്കി എന്ന ആശയം തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഏകത്വത്തിൽ നാനത്വം സൃഷ്ടിക്കുന്നതിലേക്ക് മനുഷ്യബുദ്ധി വികലമായിരിക്കുന്നു. മാത്രമല്ല അത്തരം ബുദ്ധിജീവികൾ കൂടിക്കൂടി വരികയാണ്. നാനത്വത്തിൽ ഏകത്വം ദർശിക്കാൻ സഹായകമായ മൂല്യങ്ങളെ മനുഷ്യൻ ഇന്ന് മറന്നിരിക്കുന്നു. ഏകത്വത്തിൽ നാനത്വം കാണുക നീചത്വത്തിന്റെ ലക്ഷണമാണ്. ഒരു തുണി ചെറിയ കഷ്ണങ്ങളാക്കി കീറി മുറിക്കാൻ വളരെ എളുപ്പം. പക്ഷേ ആ കഷ്ണങ്ങളെല്ലാം തുന്നിച്ചേർത്ത് തുണിയാക്കാൻ പ്രയാസമാണ്. ജീവിത സാഫല്യം, സുഖം, സന്തോഷം ഇവ ഒരുമയിലാണ് ഉള്ളത്. നാനത്വവും ഏകത്വവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. സായിരാം. ഇനി എക്സ്പീരിയൻസ് പറഞ്ഞോളൂ കേട്ടോ. സായിരാം. അനുഭവം പറഞ്ഞു. അഭിരാം വീഡിയോ ഓഫ് ചെയ്യണേ. അഭിരാമിന്റെ വീഡിയോ ഓഫ് ചെയ്യണം. ഓം ശ്രീ സായിരാം. എന്റെ എല്ലാമായ ഭഗവത് തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിരാം. ഞാൻ ശരിക്കും സ്വാമിയുടെ ഫോൾഡിലേക്ക് വന്നത് 3ാം ക്ലാസ്സിലാണ്. അപ്പോഴാണ് എന്നെ ബാലവികാസിൽ ചേർക്കുകയും ഞാൻ സ്വാമിയെ കുറിച്ച് അറിയുകയും എല്ലാം ചെയ്യുന്നത്. ശരിക്കും എന്റെ ജീവിതത്തിൽ മൊത്തവും സ്വാമി ഒരുപാട് എന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഞാൻ 3ാം ക്ലാസ്സില് 3, 4 ആ സമയം 8, 9 വയസ്സ് സമയത്ത് നമുക്ക് ബാലവികാസ് ടൂർ ഉണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ കൂടെ ചെന്നു. എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാരും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്, പിന്നെ എന്റെ അമ്മൂമ്മയും കൂടെ ഉണ്ട്. അമ്മ വന്നില്ല, അമ്മൂമ്മ ഉണ്ടായിരുന്നു, ചേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാരും കൂടെ ആയിട്ട് പോയി. അപ്പൊ ആദ്യം നമ്മള് കുറെ സ്ഥലങ്ങളിൽ പോയി. അതിന്റെ ഇടയ്ക്ക് നമ്മള് ഒരു ഷിർഡിസായി മന്ദിറിലും പോയിരുന്നു. അന്നൊക്കെ ഞാൻ ഷിർഡിസായി ബാബയുടെ ശരിക്കും ഒരു നല്ല ഭക്തയാണ്. എനിക്ക് സത്യസായി ബാബേനെയും കാട്ടിലും കൂടുതൽ എനിക്ക് ഷിർഡിസായി ബാബേനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പം രണ്ടുപേരെയും തുല്യമായി കാണുന്നു. എങ്കിലും സ്വാമിയോടാണ് എനിക്ക് കുറച്ചും കൂടി ഒരു മമത കൂടുതൽ. ഏതായാലും അന്നത്തെ സമയത്ത് ഞാൻ കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഷിർഡിസായി ബാബയുടെ കൂടെയാണ്. അപ്പൊ അവിടെ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ നല്ല പൊരി ചൂടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് ഇതെല്ലാം ദർശനമൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് മന്ദിറിന് ഇറങ്ങി ഞാൻ ഒരു ഷെഡിൽ നിൽക്കുക. അവിടെ കുറെ പേരുണ്ട്. അങ്ങനെ ഒരു അമ്മയുണ്ട്, അവിടെ ഒരു കൊച്ചുണ്ട്, കുറെ പേര് ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പൊ അവർക്കൊക്കെ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിരിക്കുക. അപ്പൊ ഒരു നായ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ട ശരിക്കും ഒരു സ്ട്രീറ്റ് ഡോഗിനെ പറയൂ. അത്ര വലിയ വൃത്തിയൊന്നും ഇല്ല. അപ്പം ചെല്ലൊക്കെ ഉണ്ട്. അപ്പൊ ഒരു അമ്മ അവിടെ പറയാ, മോളെ അങ്ങോട്ടൊന്നും പോണ്ട. അവരുടെ കൊച്ചിനോട് പറഞ്ഞു, മോളെ അങ്ങോട്ടൊന്നും പോണ്ട, പട്ടി എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പൊ ശരിക്കും അതിനെ കണ്ടാലും ആൾക്കാർ അതേ പറയൂ, കടിക്കും. പക്ഷെ അത് ശരിക്കും വിശന്ന് അലഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയ. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാമി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ ബിസ്ക്കറ്റ് ഈ നായ്ക്ക് കൊടുക്കണം എന്നുണ്ട്. അപ്പൊ അവസാനം ഞാൻ വിചാരിച്ചു, കുഴപ്പമില്ല, കടിച്ചാലും കുഴപ്പമില്ല, അത് വിശന്നിരിക്കല്ലോ, ഇനി കുറച്ചൊന്നും കൊടുക്കാം. അപ്പൊ ഞാൻ ആ ബിസ്ക്കറ്റ് അതിന് ഇട്ട് കൊടുക്കുകയും അത് പെട്ടെന്ന് തന്നെ അത് സന്തോഷത്തോടെ തിന്നുകയും ചെയ്തു. ഇത് ആയിരുന്നു എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും ഫസ്റ്റ് സർവീസ്. ഞാൻ ഒന്നുമേ തിരിച്ചു പ്രതീക്ഷിക്കാതെ അത് തിന്നുന്നത് കണ്ട് മാത്രം ഇത്രയും അധികം സന്തോഷം വന്നിരുന്ന വേറെ ഒരു സമയം ഫസ്റ്റ് എന്റെ സർവീസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അപ്പം ഞാൻ സ്വാമിയിട്ട് പറഞ്ഞു, സ്വാമി താങ്ക് യു സ്വാമി, എനിക്ക് ഇത്രയും സന്തോഷമുണ്ട് സ്വാമി. എനിക്ക് ഈ നായ ആയാലും മനുഷ്യനായാലും എന്തായാലും ഇതിന് കുറച്ച് ആഹാരം കൊടുക്കാൻ പറ്റിയതില്ല, അത് ഇത്രയും ഹാപ്പി ആകുന്നതിലും എനിക്ക് വളരെയധികം താങ്ക് യു, ഞാൻ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു സ്വാമി ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് ദിസ് ഡോഗ് എന്ന് ഞാൻ അന്ന് വിചാരിക്കുകയുണ്ടായി.
അങ്ങനെ ഞാൻ സന്തോഷത്തിൽ ആ വലിയ പൊരി വെയിലത്ത് ഞാൻ ആ മന്ദിറിന് മൊത്തം ചുറ്റി ആ സന്തോഷം അറിയിക്കാൻ സ്വാമീനെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ വണ്ടിയിലൊക്കെ കയറി. അപ്പൊ ഈ ചൂടായതുകൊണ്ട് കുറെ ചേച്ചിമാരൊക്കെ ഐസ്ക്രീം മേടിക്കാൻ പോയി. അപ്പൊ ഞാൻ അമ്മൂമ്മ അടുത്ത് ചോദിച്ചു, അമ്മൂമ്മ ഞാനും കൂടി ഒന്ന് ചെന്ന് ഐസ്ക്രീം വാങ്ങിച്ചോട്ടെ. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, വേണ്ട വേണ്ട, ഇവിടുത്തെ ഐസ്ക്രീം ഒക്കെ കൊള്ളാവോന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്നും അറിയത്തില്ല. അപ്പൊ നീ അത് ഒന്നും വാങ്ങണ്ട, നീ ഇവിടെ ഇരുന്നാ മതി, എന്തായാലും അവർ കുറെ ദൂരം പോയി, ഇനി പോണ്ട. എനിക്കുണ്ടായിരുന്ന സന്തോഷം മൊത്തം അതിലൂടെ അങ്ങ് പോയി. കാര്യം ഞാൻ ഇത്രയും സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഐസ്ക്രീം ഇല്ലെന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ് 4ാം ക്ലാസ് ടൈം. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ ഞാൻ വിഷമിച്ച് കണ്ണീരൊക്കെ പിടിച്ചു വെച്ചേക്ക. അപ്പോഴ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വണ്ടിയൊക്കെ എടുക്കാൻ സമയമായി. ചേച്ചിമാരും എല്ലാരും ഒക്കെ വന്നു. അവരൊക്കെ ഐസ്ക്രീം ഒക്കെ തിന്നുന്നു, ചിലര് തിന്നു കഴിഞ്ഞു, എല്ലാമൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ പുറകിലിരിക്കുന്ന ഒരു ചേട്ടൻ പറയാ, ഡേ ഇത് ആരുടെ ഐസ്ക്രീമാ? നമുക്ക് ഈ ബോളില് ഒരു ചെറിയൊരു ഗ്രീൻ ബോളില് ഐസ്ക്രീം നിറഞ്ഞു കിട്ടുമല്ലോ, അപ്പൊ അത് ആർക്കാ വേണ്ടേ, ഇത് ആരുടെയാ? അപ്പത്തേനും ആരും ഒന്നും പറയുന്നില്ല, ആരുടെ അല്ല. അങ്ങനെ അവര് പറഞ്ഞു, ഇത് ആർക്കെങ്കിലും വേണോ? അപ്പൊ ഞാൻ എനിക്ക് വേണം, എനിക്ക് വേണം. അപ്പം ഐ തിങ്ക് അത് സ്വാമി എനിക്ക് തന്നതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരൊക്കെ തന്നെ എന്റെ ജീവിതത്തിൽ പറഞ്ഞാലും ഇല്ല ശ്രീദേവി അത് സ്വാമി തന്നെയല്ല വേറെ ആദ്യം ആണെന്ന് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല. കാര്യം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു സ്വാമി എനിക്ക് വേണ്ടി തന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പൊ ഇതിലൂടെ സ്വാമി ടോട്ട് മീ ദ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സർവീസിന്റെ ആ ഒരു മഹത്വം എന്നെ ശരിക്കും പഠിപ്പിച്ച അതിലൂടെയാണ്. അതില് നമ്മള് തിരിച്ചെന്ത് കിട്ടുന്നു എന്ന് വിചാരിക്കുന്നില്ല. ഞാനിപ്പോ ആ നായ്ക്ക് കൊടുത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും, എനിക്ക് ഈ ബിസ്ക്കറ്റ് പിന്നീട് തിരിച്ചു വരും. അപ്പം ബുദ്ധിയൊന്നും വികസിക്കുന്ന സമയമല്ല, ഞാൻ ഒരു കൊച്ചുകുട്ടിയാ. അപ്പൊ ഞാൻ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്വാമി ഇങ്ങനെ തന്നപ്പോ, അതും ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രായത്തില് ഒരു വലിയ കാര്യമാണ്. അപ്പം അതിലൂടെ സ്വാമി ടോട്ട് മീ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സർവീസ്. അത് കഴിഞ്ഞ വേറൊരു എക്സ്പീരിയൻസും കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അത് സ്നേഹത്തിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ഫസ്റ്റ് പുട്ടുപർത്തിയിലേക്ക് പോയ ഒരു സമയമാണ്. അപ്പൊ ഞാൻ സ്വാമിക്ക് ഒരു ഡയറി എഴുതും. ആ ഡയറി എല്ലാ ദിവസവും ഞാൻ എഴുതില്ല, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഈ ഡയറിയിൽ എഴുതുമായിരുന്നു. അപ്പൊ ഞാൻ അത് പുട്ടുപർത്തിയിൽ കൊണ്ടുപോയി ഇപ്രാവശ്യം അന്ന് പോയപ്പം. അപ്പൊ തിരിച്ചു വരുന്ന സമയം ഭയങ്കര വിഷമമുള്ള സമയമാണ്. തിരിച്ച് പുട്ടപർത്തിന്ന് ആർക്കും തിരിച്ചു വരണ്ട. അപ്പം അന്നേരം ഞാൻ പഴയ സ്വാമി എടുത്ത് ഞാൻ ഇങ്ങനെ എഴുതുക, സ്വാമി എനിക്ക് തിരിച്ചു വരണ്ട. പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ചിന്ത എവിടുന്നും ഇല്ലാതെ പെട്ടെന്ന് എനിക്കൊരു ചോദ്യം സ്വാമി എടുത്ത് വന്നു. സ്വാമി ഞാൻ ഈ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് എല്ലാരും സ്വാമിക്ക് ലെറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്, എല്ലാരും കൊടുക്കുന്നുണ്ട്, പക്ഷെ സ്വാമി അത് വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ സ്വാമി തിരിച്ചാർക്കും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാമി എന്താ സ്വാമി തിരിച്ചു കൊടുക്കാത്ത? അവർക്ക് എന്ത് വിഷമാവും? ഒരു ലെറ്റർ നമുക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോ അത് തിരിച്ചു കൊടുക്കേണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്വാമി ചോദിക്കാം, സ്വാമി എനിക്കൊരു ലെറ്റർ തന്നിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമായെന്ന് അറിയോ, പ്ലീസ് എനിക്കൊരു ലെറ്റർ തരും, എനിക്കത് വായിക്കും. ഞാൻ അത് എഴുതുമ്പം ഞാൻ സത്യസന്ധമായിട്ട് തന്നെ സ്വാമി അടുത്ത് പറയാം, എനിക്കൊരു ലെറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് എന്തൊരു റിഡിക്കുലസ് ആയ ഒരു വിഷയമാണ്, അന്നേരം ഞാൻ ആലോചിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എഴുതി കഴിഞ്ഞ് ഞാൻ ബുക്ക് അടച്ചു വെച്ചിട്ട് ഞാൻ ചിരിച്ചു, എന്റെ ദൈവമേ സ്വാമിയുടെ സമാധിയൊക്കെ ആയി എല്ലാം കഴിഞ്ഞു, ഇനി ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ. അപ്പൊ ഞാൻ ആലോചിച്ചിങ്ങനെ ഇരിക്കുക. ഞാൻ ഈ ബുക്ക് ഇങ്ങനെ പേജസ് ഇങ്ങനെ മറിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ഈ സ്വാമിയുടെ ഡയറീസ്, ഇത് സ്വാമിയുടെ ഒരു ഡയറിയാണ്. അപ്പൊ സ്വാമിയുടെ ഡയറീസിൽ എപ്പോഴും ഫസ്റ്റത്തെ കുറച്ച് പേജസ് എന്താ കളേർഡ് ആയിട്ടുള്ള കളർ പേജസ് ആണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ മറിച്ചോണ്ടിരിക്കുമ്പോ ഒരു പേജ് എന്തോ അതിൽ ഒട്ടിയിരിക്കുന്ന പോലെ. ഞാൻ അത് കണ്ടപ്പോ ഞാൻ പതുക്കെ അതിനെ സെപ്പറേറ്റ് ചെയ്തപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതില് സ്വാമി ജനറൽ ആയിട്ട് എല്ലാവർക്കും ആയിട്ട് ഒരു ലെറ്റർ എഴുതിയേക്കാണ്. പക്ഷെ അത് കണ്ടപ്പം
എനിക്ക് ഇത്രത്തോളം സന്തോഷമായി. കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞ് ഇത്രയും നാള് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ പറഞ്ഞ് അടച്ച് ഇപ്പൊ തുറന്നപ്പം ഉടനെ സ്വാമിയുടെ റിപ്ലൈ ഇസ് വെരി ഫാസ്റ്റ്, സ്വിഫ്റ്റ്. അപ്പൊ ഞാൻ അത് ഇങ്ങനെ നോക്കുമ്പം അത് അതിൽ എഴുതിയിരിക്കുന്ന where there is a will there is a way, അതാണ് സ്വാമി അറിഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ നമുക്ക് ഒരു ദൃഢനിശ്ചയം നമുക്കുള്ള ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്, അപ്പോഴൊക്കെ ഒരു വഴി എന്തായാലും നമുക്ക് വരും. അതാ സ്വാമി എഴുതിയിരിക്കുന്നത്. അതും ഇതും ആയിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ അന്നേരം എനിക്ക് അതൊന്നും ഒരു കാര്യമല്ല. എനിക്ക് അത്രത്തോളം സന്തോഷമായി സ്വാമി എനിക്കൊരു ലെറ്റർ തന്നു. അപ്പം എനിക്ക് ഒട്ടുമേ ഒരു ഡൗട്ട് ഇല്ല. പിന്നീട് ഞാൻ ഈ ലെറ്റർ വായിക്കുമ്പം ഇതിൽ ഉള്ള എല്ലാം എനിക്ക് അന്ന് മനസ്സിലാവും. ഇപ്പോഴും ചെറുതായി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ഇപ്പൊ പഠിത്തമൊക്കെ 9th ആയി, ബുദ്ധിമുട്ടാണ് ചിലപ്പം. അപ്പം പഠിക്കാൻ ചില സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ഇല്ല പഠിക്കാൻ. അപ്പൊ ഇതെടുത്ത് വായിക്കുമ്പം എനിക്ക് സ്വാമി മോട്ടിവേഷൻ തരും. Where there is a will, there is a way. അപ്പം അതിലൂടെ എനിക്ക് മനസ്സിലായി, നമ്മള് ശരിക്കും ആത്മാർത്ഥമായി സ്വാമിയുടെ പ്രാർത്ഥിച്ച് നമ്മള് സ്വാമിനെ അത്രത്തോളം സ്നേഹിക്കുമ്പോൾ സ്വാമി നമുക്ക് എന്തോരം നമുക്ക് തരുന്നു അതിലൂടെ എനിക്ക് മനസ്സിലായി. ശരിക്കും നമ്മളെല്ലാരും വിചാരിക്കും നമ്മുടെ ജീവിതത്തില് അത്രത്തോളം എക്സ്പീരിയൻസസ് ഒന്നും ഇല്ല. നമ്മൾ വിചാരിക്കും സ്വാമിയുടെ സമാധിയായി, ഇനി ഒന്നും ഒരുപാടൊന്നും ഇല്ല, ഇനി എന്താണ് നമുക്ക് അത്രയും എക്സ്പീരിയൻസസ് ഇല്ല ഷെയർ ചെയ്യാൻ, എന്താണ് നമുക്കുള്ളത്. ശരിക്കും നമ്മള് സ്വാമി നമുക്ക് തരുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ എണ്ണിയാ നമ്മള് ജന്മം തീർന്നാലും അത് എണ്ണി തീരാൻ പറ്റത്തില്ല. ശരിക്കും അടുത്തായിട്ട് എനിക്ക് ഒരു പനി ജലദോഷം വന്നപ്പോ എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോഴും ഞാൻ അറിയുന്ന ഈ ശ്വാസം എടുക്കുന്നത് തന്നെ എന്തോരം ബുദ്ധിമുട്ടാണ്. ദൈവമേ, എനിക്ക് ഇത്രയും നാളും ശ്വാസം ഇത്രയും എളുപ്പമായി എടുക്കാൻ പറ്റി, അതും ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ലൈക് 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് ടൈമിൽ തന്നെ ഞാൻ നാരദനെ കുറിച്ചൊരു സ്പീച്ച് പറഞ്ഞാണ്. ഈശ്വരാമ്പ കോമ്പറ്റീഷനില് എന്റെ സമിതിയിൽ പറഞ്ഞാണ്. അന്നേരം ഞാൻ സ്റ്റാർട്ടിങ്ങില് ഇങ്ങനെ പറയാൻ പറ്റിയില്ല എനിക്ക്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നാരദനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് വന്നില്ല. അപ്പൊ എല്ലാരും ഉറങ്ങിക്കിടന്നവരെല്ലാം എണീറ്റ് ചിരിച്ച് ഒക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം, ഇത്രയും നാണിക്കേട്. പിന്നീട് ആ സ്പീച്ച് നന്നായി പോയി. എങ്കിലും എനിക്കൊരു വിഷമം, അയ്യോ ഇത് ഒട്ടും കൊള്ളൂലായിരുന്നു, അയ്യോ ഷോ എന്ന് പറഞ്ഞ അന്ന് സ്വാമി അന്ന് മുതല് സ്വാമി എന്നെ നോക്കി വെച്ചേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. അപ്പൊ അടുത്തായിട്ട് കുറച്ച് നാൾക്ക് മുമ്പ് സ്വാമി വന്നിരുന്ന ഒരു ഈശ്വരാമ്പ കോമ്പറ്റീഷന് എനിക്ക് ഫസ്റ്റ് കിട്ടി. ആരും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഫസ്റ്റ് കിട്ടുമെന്ന്. ഞാൻ പോലും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഫസ്റ്റ് കിട്ടേ. അത് കഴിഞ്ഞിട്ട് സ്വാമിയുടെ ചിറ്റിട്ടപ്പം സിറ്റി സമിതിയില് വോട്ട് ഓഫ് താങ്ക്സ് പറയാനുള്ള അവസരം തൊട്ടടുത്തായിട്ട് എനിക്ക് കിട്ടേ. അത് കഴിഞ്ഞിട്ട് പുട്ടപ്പർത്തിയില് സ്പീച്ച് പറയാൻ അവസരം കിട്ടുകയും ചെയ്തു. ഒന്ന് ഇമാജിൻ ചെയ്തു, ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോവാ. അത് കഴിയുമ്പ ശരിക്കും ഞാനൊന്നും ഇതൊട്ടുമേ പ്രതീക്ഷിക്കുന്നില്ല. പുട്ടപ്പർത്തിയിലൊക്കെ പറയാൻ തന്നെ ഒരു ഗ്രേറ്റ് തിങ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുട്ടപ്പർത്തിയിൽ രണ്ടാമത്തെ സംസാരിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് അതിനെക്കാട്ടിലും അത് ശരിക്കും സ്വാമി എന്നെ നോക്കി വെച്ചേക്കുന്ന പോലെയാ. പിന്നെ ഒരു ലാസ്റ്റത്തെ ഈശ്വരാമ്പ കോമ്പറ്റീഷന് എനിക്ക് ഒരുപാട് പ്രൈസസ് കിട്ടി, ഒരുപാട് ഇതിനെല്ലാം. അപ്പൊ ഞാൻ വിചാരിച്ചു, സ്വാമി ഐ എം സോറി സ്വാമി. അന്ന് ഞാൻ ആ സ്പീച്ച് മര്യാദയ്ക്ക് പറയാത്ത അന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞു, ഇത്രയും നമുക്ക് എല്ലാരും പ്രൈസും ട്രോഫിയും എല്ലാം കൊണ്ടുപോകുന്നു, എനിക്ക് മാത്രം ഒന്നുമില്ല, സുപ്രഭാതത്തിന് മാത്രമേ കിട്ടിയുള്ളൂ എന്നെനിക്ക് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, സ്വാമി എനിക്കും കുറച്ച് ട്രോഫീസ് ഒക്കെ വേണം. അന്നത്തോടെ എനിക്ക് മതിയായി. ഇത്രയും എനിക്ക് കിട്ടിയപ്പോ ഞാൻ ശരിക്കും അപ്പൊ ഡ്രോയിങ് ഒന്നും എനിക്ക് അത്ര നന്നായിട്ട് ഞാൻ വരയ്ക്കത്തേ ഇല്ല. പക്ഷെ ഞാൻ അന്ന് പങ്കെടുത്തു, അതിന് എനിക്ക് 3rd കിട്ടിയപ്പോ അതോടെ ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, സ്വാമി
എനിക്ക് ഇത്രയും എക്സ്പീരിയൻസസ് തരുന്ന സ്വാമി എല്ലാവർക്കും കൊടുക്കൂ സ്വാമി, എനിക്ക് മാത്രം തന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ സ്വാമി? അപ്പൊ പറഞ്ഞു, അല്ല സ്വാമി ഇപ്പൊ തരുന്നത് നീ യൂട്ടിലൈസ് ചെയ്യൂ. ഇപ്പൊ സ്വാമി നിനക്ക് തരുവാണ്, അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞുകൂടാ. അപ്പം അപ്പോഴേ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ കാണുന്നുണ്ട്. ഇപ്പൊ ആ വീഡിയോയില് ഇങ്ങനെ സ്വാമി ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പത്തേനും സ്വാമിയുടെ സ്റ്റുഡൻസ് ഇങ്ങനെ പറഞ്ഞു, സ്വാമി ശരിക്കും സ്വാമിയുടെ കൂടെ നമുക്ക് ഇരിക്കാനും നിൽക്കാനും എല്ലാം സ്വാമിയുടെ കൂടെ ഉണ്ടാവാൻ നമുക്ക് കിട്ടിയത് ഒരു മഹാഭാഗ്യാണ്. സ്വാമി ഒന്നും പറയുന്നില്ല. അപ്പൊ സ്വാമിയുടെ അടുത്തുനിന്ന് വേറൊരു കുട്ടിയാണ്, ശരിക്കും അതൊരു ഭാഗ്യാണ്, നമ്മുടെ പണ്ടത്തെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ചെയ്ത പുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടി. അപ്പൊ സ്വാമി പറഞ്ഞു, ഇത് അവര് ചെയ്തോണ്ടോ നിങ്ങൾ ചെയ്തോണ്ടോ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എന്റെ ഇത്രയും ഗ്രേസ് കിട്ടുന്നത്. ഇത് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഇത്രയും സന്തോഷവും ഇതെല്ലാം ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ ഗ്രേസ്. ഇത് എന്റെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും കിട്ടുന്നത്. ദിസ് ഇസ് ജസ്റ്റ് ടു പ്രിപ്പയർ. നമ്മള് ഇനി വരുന്ന ഘടകങ്ങളില് നമുക്ക് ഇത്രയും ബ്ലെസ്ഡ് ആവണം എന്നില്ല. ഇപ്പം ഇന്ന് കുറെ എക്സ്പീരിയൻസസ് ഇല്ലാത്തവര് എന്ന് വിശ്വസിക്കുന്നവര് നാളെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉള്ളവരായിരിക്കും. ഇന്ന് എനിക്ക് കിട്ടുന്ന ഇത്രയും അഡ്വാൻറ്റേജസ് നാളെ എനിക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അന്ന് ഞാൻ ഇത് ആലോചിക്കണം, സ്വാമി എന്നെ ഇത്രയും ബ്ലെസ് ചെയ്തു, ഇത്രയും എനിക്ക് തന്നിരിക്കുമ്പം ഞാൻ എന്തിനെ കരയണം? ഇനി സ്വാമി എനിക്ക് ഇപ്പൊ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം സ്വാമിനെ സ്നേഹിക്കൂ, ആത്മാർത്ഥമായി സ്നേഹിക്കൂ. സ്വാമി ബാക്കി എല്ലാം നോക്കിക്കോളും. സ്വാമിയുടെ വർക്കിന് ഒരിക്കലും നോ പറയരുത്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്റെ രീതിയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എല്ലാ തേഴ്സ്ഡേയ്സും, എനിക്ക് പറ്റാവുന്ന എല്ലാ തേഴ്സ്ഡേയ്സും പഠിത്തം മാറ്റി വെച്ച് സ്വാമിക്ക് 2 മണിക്കൂറല്ലേ സമിതി തേഴ്സ്ഡേയ്സ് പോവാറുണ്ട്. അപ്പം സ്വാമി നിങ്ങളെയും എല്ലാവരെയും ബ്ലെസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സായിറാം. മോളെ സുന്ദരമായി കേട്ടോ, വെരി നൈസ്. താങ്ക്സ് മോളെ. താങ്ക് യു മാം. ప్రేమ స్వరూపులారా, embodiments of love. మానవత్వం ఈనాడు చాలా దివ్యత్వాన్ని పొందవలసినటువంటి స్థితిని కోల్పోతుండాలి. The humanity has lost its position in understanding the divinity. భౌతికమైన లౌకికమైనటువంటి సుఖ సంతోషముల నిమిత్తమే ప్రాకులాడుతున్నారు. They are aspiring for physical, ephemeral, transient pleasure. ఒక్కొక్క దేశం పైన పడి దానిని భస్మం గావించాలని ప్రయత్నిస్తున్నారు. Each country tries to destroy the other country. ఇది చాలా దుష్ట బుద్ధులు. This wicked feeling. అన్ని దేశములు సుక్షేమంగా ఉంటుండాలి. All countries should prosper. లోక సమస్త సుఖినో భవంతు, అందరూ సుఖంగా ఉంటుండాలి. Everybody should be happy. అందరి సుఖాన్ని కోరినప్పుడే నీ సుఖం కూడా చేరుతుంది. If we aspire for happiness everyone, your happiness సుఖాన్ని మనం lies on కోరక తన సుఖమే తాను కావాలంటే తనకు ఏమాత్రము సుఖం లభ్యం కాదు. Without thinking so, if you want your own happiness, you can never acquire it. కనుక దివ్యాత్మ స్వరూపులారా, So embodiments of divine art, మానవులైనటువంటి వారు the human beings, ఈ దేశ అసూయ ఆడంబరములకు అవకాశం అందించరాదు. should never give scope for this hatred, jealousy and pomp. ఈ అహంకారం అనేటువంటిది మానవుని అతపతనం It చేస్తుంటుంది. is the ego that will put man to ruin. ఈ ఒక అహంకారములకు ఏమాత్రం అవకాశమే లేదు. We should never give scope for this ego. ఈ అహంకారం కేవలం అజ్ఞానం యొక్క మొదటి లక్షణం. Ego is the sign of ignorance. దానికి ఇచ్చే రెండవ బ్రదరే ఈ యొక్క అసూయ. The second brother of this is jealousy. ఈ రెండూ చేరిన ఇంకా ఒకటి చీడ పురుగు, ఒకటి వేరు పురుగు. When these two are there, one is the pest, the other one is the insect. ఈ చీడ పురుగు వేరు పురుగు చేరితే చెట్టు శిథిలమైపోతుంది. The pest and insects kill the plant. కనుక ఈ రెండింటిని మాత్రం మనం అవకాశంగా ఇవ్వరాదు. We should not give scope for these two. పవిత్రమైనటువంటి మానవుని హృదయము పరమాత్మని పీఠంగా ఉంటుండాలి. The sacred heart is the very throne of the Lord. అటువంటి పరమాత్మని పీఠమైనటువంటి యొక్క హృదయం లోపల ఈ దుర్గుణములను మనం ప్రవేశపెడితే ఎవరికి నష్టము? నీకే నష్టం. When that sacred seat of the Lord should not give any scope for these bad ideas, you are to loss. దుర్గుణములను మనం ప్రవేశపెట్టరాదు. We should never entertain bad feelings. దుర్భావములను మనం ఏమాత్రం కూడా భావించరాదు. We should not have any kind of bad thoughts. సత్యనిత్యమైనటువంటి యొక్క దివ్యత్వాన్ని మనం విస్మరించి We should have absolute faith in the truth which is permanent. ప్రేమతత్వాన్ని అభివృద్ధి గావించుకొని We should develop love. అందరి యొక్క ఐక్యతను కూడా మనం ఆశించాలి. We should also expect unity, strive for ఈ it. కుల మత భేదములు అనేటువంటి దాన్ని కూలద్రోయండి. There should not be any differences based on caste అందరిది and ఒకే community. కులమే,
There's only one caste. అదే మానవ కులము. That is the caste of humanity. అందరిది ఒకే భాషనే. All have only one language. అదే హృదయ భాష. The language of the heart. అందరిది ఒకే మతమే. There's only one religion. అదే దివ్యమైన మతము. That is the divine religion. ഭജന പഠിച്ചത് മോളെ. पार करो थार करो प्रभु परतिपुरी भगवान, हरे राम 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 घन श्याम श्याम श्याम, हे साईनाथ भगवान। पार करो थार करो प्रभु परतिपुरी भगवान, हरे राम 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 घन श्याम श्याम श्याम, हे साईनाथ भगवान। दीन दया कर करुणा मूर्ति कलियुग अवतार साई भगवान। दीन दया कर करुणा मूर्ति कलियुग अवतार साई भगवान। अल्लाह साई बुद्ध ज़ोराष्ट्र यीशु क्रिस्तु भगवान। अल्लाह साई बुद्ध ज़ोराष्ट्र यीशु क्रिस्तु भगवान। पार करो थार करो प्रभु परतिपुरी भगवान, हरे राम 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 घन श्याम श्याम श्याम, हे साईनाथ भगवान। दीन दया कर करुणा मूर्ति कलियुग अवतार साई भगवान। अल्लाह साई बुद्ध ज़ोराष्ट्र यीशु क्रिस्तु भगवान। अल्लाह साई बुद्ध ज़ोराष्ट्र यीशु क्रिस्तु भगवान। पार करो थार करो प्रभु परतिपुरी भगवान, हरे राम 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 घन श्याम श्याम श्याम, हे साईनाथ भगवान। जय साई राम। സായിരാം മോളെ, എല്ലാം ഭംഗിയായി. മോൾക്ക് സ്റ്റേ ബ്ലെസ്ഡ്. ഭഗവാന്റെ പ്രേമ ആർമിയിലെ ഒരു ഭാഗമായി ജീവിതം മുന്നോട്ട് പോകാൻ ഭഗവാൻ മോളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആൻറ്റി പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. സായി ഉപമ. ഭക്തജനങ്ങൾ ചിലർ ഹഠയോഗം, രാജയോഗം, ക്രിയായോഗം തുടങ്ങിയ വിവിധ മാർഗങ്ങളിൽ ആകൃഷ്ടരാകുന്നു. പക്ഷേ ഇവയൊന്നും ഈശ്വരാനുഗ്രഹം നേടിത്തരില്ല എന്ന് ഞാൻ കർശനമായി നിങ്ങളോട് പറയുന്നു. പ്രേമയോഗത്തിനു മാത്രമേ നിങ്ങളെ ഈശ്വരനിലേക്ക് നയിക്കാനാകൂ. മറ്റു യോഗങ്ങൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് താൽക്കാലികമായി ഒരു ഗുണം ഉണ്ടായേക്കാം. പക്ഷേ ആരോഗ്യവും ആയുസ്സും ശരീരത്തിന് ഉണ്ടായതുകൊണ്ട് എന്താണ് പ്രയോജനം? അതുമാത്രമേ അവയ്ക്ക് നൽകുവാനാകൂ. കുറച്ചു ദിവസം കൂടി ജീവിച്ചിരുന്നത് കൊണ്ട്, കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പ്രേമം ഉറച്ച് ഈശ്വരനില് നിങ്ങളുടെ ഭാഗമായി തീരണം. പ്രേമമുണ്ടെങ്കിൽ ശരീരത്തിന് താല്പര്യങ്ങൾ നോക്കാതെ തന്നെ മറ്റുള്ളവർക്ക് സേവനം നൽകുവാൻ നിങ്ങൾക്ക് കഴിയുന്നു. ജയ് സായിരാം. നാളെ വായിക്കുന്നത് രാജു MM മലപ്പുറമാണ്. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.